ഞാൻ ആരാണെന്ന് അറിയാമോ? ഉടുമ്പ് വാസു. ഒരു പഴുത് കിട്ടിയാൽ മതി, ഊർന്നു പോയി കളയും. അങ്ങനെ പോവാതിരിക്കാനാ എൻ്റെ കയ്യും ചേർത്ത് ഇങ്ങനെ കയ്യാമം വെച്ചിരിക്കുന്നത്. സാറിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ എനിക്കൊരു വിഷമം. ഇതങ്ങ് അഴിച്ചു കളഞ്ഞേക്ക് സാറേ, ഞാൻ എങ്ങും ഓടിപ്പോവില്ല. അടങ്ങി നിന്നോണം, ഇടിച്ചു നിര കൂമ്പിയാൻ പാട്ടു. ഓ, അത് പണ്ടേ വാടിയതാ, ഇപ്പൊ കരിഞ്ഞു കാണും. എന്താ സാറേ ഇവൻ ചെയ്ത കുറ്റം? 5 പിടിച്ചു പറയും. ഒരു ജ്വല്ലറി മോഷണം, 2 വീട് കൊള്ളാം, 3 ഷോപ്പ് കവർച്ച, ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്തത് ഒരാഴ്ചക്കകമാണെന്ന് ഓർക്കണം. ആഴ്ചയിൽ 7 ദിവസമല്ലേ ഉള്ളൂ സാറേ. ഇത്ര തന്നെ ഒപ്പിച്ചത് ഇവനായിട്ടാ. താങ്ക് യു മോനെ. ചുരുങ്ങിയത് 5 വർഷം ശിക്ഷ കിട്ടാനുള്ള കുറ്റമാ ഇവൻ ചെയ്തത്. എങ്ങനെ കിട്ടി ഇത്രയും ബുദ്ധി? പറയാം. ഞാൻ എന്നും കാലത്ത് 4:30 മണിക്ക് ഉണരും. 5:30 വരെ വ്യായാമം, 1/2 മണിക്കൂർ വിശ്രമം, 6 മണിക്ക് കുളിക്കും, 6:30 പത്രം വായന, 7:30 മണിക്ക് പ്രാതൽ കഴിച്ച് വേഷം മാറി കൃത്യം 8:30 മണിക്ക് ഞാൻ സ്റ്റേഷനിലേക്ക് പോകും. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരും. അത്യാവശ്യം വീട്ടുജോലിയിൽ ഭാര്യയെ സഹായിച്ച് 1/2 മണിക്കൂർ TV കാണും. കൃത്യം 8:30 മണിക്ക് കിടക്കും. ചിട്ടയായ ജീവിതം. കഴിഞ്ഞ 10 വർഷമായി ഇതാണ് എൻ്റെ ജീവിതം. 10 വർഷം. കഷ്ടം, ഇയാൾക്ക് 5 വർഷമേ ഉള്ളൂ. 10 വർഷം കിട്ടാൻ മാത്രം പോലീസ് ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ? എന്തായി പോയോ? മരിക്കാത്ത ട്യൂഷൻ മാഷ് പോയി എന്ന് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിൽ ട്യൂഷൻ മാഷ് മരിച്ചെന്ന് പറഞ്ഞാ ഞാൻ മുങ്ങിയത്. അതൊക്കെ പോട്ടെ, മുത്തച്ഛൻ എന്ത് പറഞ്ഞാ അവരെ തിരിച്ചയച്ചത്? ഈ മുത്തച്ഛൻ ആരാ മോൻ? മുത്തച്ഛൻ പറഞ്ഞു, മരിച്ച് നിന്റെ അമ്മയുടെ അച്ഛനാണ്, ഞാൻ നിന്റെ അച്ഛൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. എന്നോടാ കളി. അയ്യോ ചതിച്ചു. ഇനി ഞാൻ നാളെ എങ്ങനെ സിനിമയ്ക്ക് പോകും? സിനിമയോ? ഞാൻ അച്ഛന്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു നാളെ സിനിമയ്ക്ക് പോകാനാ വിചാരിച്ചത്. എല്ലാം കളഞ്ഞില്ലേ?